നമസ്കാരം പ്രിയപ്പെട്ട +1 ഹ്യൂമാനിറ്റീസിലെ കുട്ടികളെ, നമ്മുടെ ഹിസ്റ്ററി മോഡൽ പരീക്ഷ കഴിഞ്ഞല്ലോ. ഒട്ടും ആശങ്കയ്ക്കു വകയില്ലാതെ എളുപ്പമുള്ള ചോദ്യങ്ങൾ തന്നെയാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നത്. ചോദ്യപേപ്പറിൻ്റെ പുതിയ ഘടന പരിചയപ്പെടാൻ വളരെ ഉപകാരപ്രദമായി ഈ പരീക്ഷ. ഫോക്കസ് ഏരിയയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ചോദ്യപേപ്പർ തന്നെയായിരുന്നു ഇത്. ഇന്ന് നമ്മുടെ ചോദ്യപേപ്പറിൻ്റെ സമഗ്രമായ ഒരു അപഗ്രഥനമാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. കാരണം 7-ാം തീയതി നടക്കുന്ന പൊതുപരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒട്ടേറെ ചോദ്യങ്ങൾ ഇതിലുണ്ട്. 16 മാർക്കിൻ്റെ വിവിധ രീതിയിലുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളും 4 മാർക്കിൻ്റെ ഭൂപട ചോദ്യവുമാണ് ഉണ്ടായിരുന്നത്. ഓരോ ചോദ്യവും ഉത്തരവും നമുക്ക് പരിചയപ്പെടാം. ചോദ്യപേപ്പറിലെ ഒന്നാമത്തെ ചോദ്യം A-B കോളമാണ്. A കോളത്തിന് അനുയോജ്യമായവ B കോളത്തിൽ നിന്നും കണ്ടെത്തി എഴുതുക. ഓരോ മാർക്കാണ്. 4 ചോദ്യങ്ങൾ, 4 മാർക്ക്. മാച്ച് കോളം A വിത്ത് അപ്രോപ്രിയേറ്റ് ഐറ്റംസ് ഫ്രം കോളം B. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആസ്ട്രലോപിത്തേക്കസ്. കോളം എയിലുള്ളത് 1 ആസ്ട്രലോപിത്തേക്കസ്, 2 ഹോമോസാപ്പിയൻസ്, 3 ഹോമോ ഹാബിലിസ്, 4 ഹോമോ ഇറക്റ്റസ്. ബി കോളം ടൂൾ മേക്കർ, അപ്രൈറ്റ് മാൻ, സദേൺ എയ്പ്പ്, തിങ്കിങ് മാൻ. എ കോളത്തിലെ ഒന്നാമത്തെ ചോദ്യം ആസ്ട്രലോപിത്തേക്കസിന് യോജിക്കുന്ന ബി കോളത്തിലെ സദേൺ എയ്പ്പ് അല്ലെങ്കിൽ ദക്ഷിണദേശത്തെ ആൾക്കുരങ്ങ്. 2 ഹോമോസാപ്പിയൻസ്, തിങ്കിങ് മാൻ അല്ലെങ്കിൽ ചിന്തിക്കുന്ന മനുഷ്യൻ. 3 ഹോമോ ഹാബിലിസ്, ടൂൾ മേക്കർ അല്ലെങ്കിൽ ഉപകരണ നിർമ്മാതാവ്. 4 ഹോമോ ഇറക്റ്റസ്, നിവർന്ന മനുഷ്യൻ അല്ലെങ്കിൽ അപ്രൈറ്റ് മാൻ. 4 ശരിയായാൽ 4 മാർക്ക് ലഭിക്കും. രണ്ടാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. 8 ചോദ്യമാണ്, 1 മാർക്ക് വീതം. 8 മാർക്കിൻ്റെ ചോദ്യമാണ്. ചൂസ് ദി കറക്റ്റ് ആൻസർ ഫ്രം ദി ആൾട്ടർനേറ്റീവ്സ് ഗിവൺ ബിലോ. അതിൽ എ, ഒന്നാമത്തെ ഖലീഫ ആര്? ദി ഫസ്റ്റ് കാലിഫ് വാസ്. അതിൽ 4 ഓപ്ഷൻ ഉണ്ട്. ശരി ഉത്തരം അബൂബക്കറാണ്. ബി, ഉമവിയ രാജവംശം സ്ഥാപിച്ചതാര്? ഹു ഫൗണ്ടഡ് ദി ഉമയ്യദ് ഡൈനാസ്റ്റി? അതിന് ശരി ഉത്തരം മുആവിയ. സി, ഷാനാമ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവിൻ്റെ പേരെഴുതുക. നെയിം ദി ഓഥർ ഓഫ് ദി ബുക്ക് ഷാനാമ. ശരി ഉത്തരം ഫിർദൗസി. ഡി, അബ്ബാസിയകളുടെ തലസ്ഥാനം. ദി ക്യാപിറ്റൽ ഓഫ് അബ്ബാസിഡ്സ്. ശരി ഉത്തരം ബാഗ്ദാദ്. അടുത്ത ചോദ്യം, ലസാററ്റ് ഗുഹ സ്ഥിതി ചെയ്യുന്നത്? ലസാററ്റ് കേവ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ. ഉത്തരം ഫ്രാൻസ് ആണ്. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ ഇറ്റാലിയൻ നഗരമേത്? വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് ആൻ ഇറ്റാലിയൻ സിറ്റി? അതിന് ശരി ഉത്തരം വെനീസ്. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തെ ആദ്യമായി കീറിമുറിച്ച് പരിശോധിച്ചത് ആരാണ്? ഹു വാസ് ദി ഫസ്റ്റ് ടു ഡിസെക്ട് ദി ഹ്യൂമൻ ബോഡി? ഉത്തരം ആൻഡ്രിയസ് വെസാലിയസ്. അതിൽ അവസാന ചോദ്യം, ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിനെ കണ്ടെത്തുക. ഐഡന്റിഫൈ ദി ലീഡർ ഓഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇൻ ചൈന. ഉത്തരം മാവോ സേ തുങ്. 1 ശരിയായാൽ 1 മാർക്ക് ലഭിക്കും. 8 ശരിയായാൽ 8 മാർക്ക് കിട്ടും. മൂന്നാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയെ കാലഗണന ക്രമത്തിലാക്കുക. അറേഞ്ച് ദി ഫോളോയിങ് ഇൻ ക്രൊണോളജിക്കൽ ഓർഡർ. 4 സംഭവങ്ങൾ തന്നിട്ടുണ്ട്. അത് കാലഗണന അനുസരിച്ച് എഴുതണം. 1, ചൈനീസ് ജനകീയ റിപ്പബ്ലിക്കിൻ്റെ രൂപീകരണം. സന്യാസൻ ചൈനയിൽ ഒരു റിപ്പബ്ലിക് സ്ഥാപിച്ചു. മഹത്തായ കുതിച്ചുചാട്ട പ്രസ്ഥാനം, ലോങ് മാർച്ച്. ഫോർമേഷൻ ഓഫ് ദി പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന. സന്യാസൻ എസ്റ്റാബ്ലിഷ്ഡ് എ റിപ്പബ്ലിക് ഇൻ ചൈന. ദി ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് മൂവ്മെൻറ്റ്, ലോങ് മാർച്ച്. ഇതിൽ
കാലഗണന അനുസരിച്ച് ആദ്യം നടന്ന സംഭവം ആദ്യം എഴുതണം. അപ്പോൾ ഇതിൽ ആദ്യം നടന്നത് സൺയാസൻ ചൈനയിൽ ഒരു റിപ്പബ്ലിക് സ്ഥാപിച്ചു എന്നുള്ളതാണ്. 1911 സൺയാസൻ എസ്റ്റാബ്ലിഷ്ഡ് എ റിപ്പബ്ലിക് ഇൻ ചൈന. രണ്ടാമത് നമ്മൾ എഴുതേണ്ടത് ലോങ് മാർച്ച്. 1934 ലോങ് മാർച്ച്. മൂന്നാമത് ചൈനീസ് ജനകീയ റിപ്പബ്ലിക്കിൻ്റെ രൂപീകരണം. 1949 ഫോർമേഷൻ ഓഫ് ദി പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന. അവസാനത്തെ മഹത്തായ കുതിച്ചുചാട്ട പ്രസ്ഥാനം, ദി ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് മൂവ്മെൻറ്റ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഓർഡർ. നാലാമത്തെ ചോദ്യം ഭൂപട ചോദ്യമാണ്. തന്നിരിക്കുന്ന ലോകത്തിൻ്റെ രൂപരേഖയിൽ ചുവടെ തന്നിരിക്കുന്ന ഏതെങ്കിലും 4 അടയാളപ്പെടുത്തുക. റെയിൻ നദി, മെഡിറ്ററേനിയൻ കടൽ, സഹാറ മരുഭൂമി, കോൺസ്റ്റാന്റിനോപ്പിൾ, ഡമാസ്കസ്, ബാഗ്ദാദ്. നേരിട്ടുള്ള ചോദ്യങ്ങളാണ്. ഏതെങ്കിലും 4 സ്ഥലങ്ങളാണ് ഭൂപടത്തിൽ അടയാളപ്പെടുത്തേണ്ടത്. നമ്മളിതിനു മുമ്പ് ഒരു ഭൂപട വീഡിയോ ചെയ്തിരുന്നു. വളരെ കൃത്യമായി ഈ ഭൂപടം തന്നെ അതിൽ വന്നിരുന്നു. അപ്പോൾ റൈൻ റിവർ, മെഡിറ്ററേനിയൻ സീ, സഹാറ ഡെസേർട്ട്, കോൺസ്റ്റാന്റിനോപ്പിൾ, ഡമാസ്കസ്, ബാഗ്ദാദ്. ഇവ ഭൂപടം നോക്കി മനസ്സിലാക്കണം എവിടെയാണ് ഇവയുടെ സ്ഥാനം. അപ്പോൾ ഇത്രയുമാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളുള്ളത്. 1 മാർക്കിൻ്റെ ചോദ്യങ്ങൾ, 16 മാർക്കിൻ്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളും 4 മാർക്കിൻ്റെ ഭൂപട ചോദ്യവും. ഇനി 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. 5 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 6 ഉത്തരം എഴുതുക. 5 മുതൽ 15 വരെ 11 ചോദ്യങ്ങളുണ്ട്. ഈ 11 ചോദ്യങ്ങളിൽ നിന്ന് ഏറ്റവും എളുപ്പമുള്ള 6 മാത്രമേ ഉത്തരം എഴുതേണ്ടതുള്ളൂ. 2 മാർക്കിൻ്റെ ചോദ്യമാണ്. 2 മാർക്കിൻ്റെ ചോദ്യമായതുകൊണ്ട് തന്നെ വലിച്ചുവാരി എഴുതേണ്ട ആവശ്യമില്ല. കൃത്യം 2 പോയിന്റുകൾ മാത്രം എഴുതിയാൽ മതി. 11 ചോദ്യങ്ങളുള്ളത് കൊണ്ട് എളുപ്പമുള്ള 6 ചോദ്യങ്ങൾക്കാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത്. 5-ാമത്തെ ചോദ്യം, ഹോമിനിഡുകളുടെ ഏതെങ്കിലും 2 സവിശേഷതകൾ എഴുതുക. റൈറ്റ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് ഹോമിനിഡ്സ്. നമ്മൾ ഒട്ടേറെ സവിശേഷതകൾ പഠിച്ചിട്ടുണ്ട്. 2 മാത്രമേ എഴുതേണ്ടതുള്ളൂ. ലാർജ് ബ്രെയിൻ അല്ലെങ്കിൽ വലിയ തലച്ചോറ്, ബൈപെഡലിസം ഇരുകാലിലുള്ള നടത്തം, അപ്രൈറ്റ് പൊസിഷൻ നിവർന്ന് നിൽക്കാനുള്ള കഴിവ്. ഇതിലേതെങ്കിലും 2 സവിശേഷതകൾ മാത്രം എഴുതിയാൽ മതി. 2 മാർക്ക് ലഭിക്കും. 6th ക്വസ്റ്റ്യൻ, നെയിം ദി 2 rivers associated with മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ. മെസപ്പൊട്ടേമിയൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട 2 നദികളുടെ പേരെഴുതുക. എല്ലാവർക്കും അറിയാം, യൂഫ്രട്ടീസ്, ടൈഗ്രീസ്. ഇതാണ് 2 നദികൾ. 2 മാർക്ക് ലഭിക്കും. 7-ാമത്തെ ചോദ്യം, കാലിഗ്രാഫിയും അറബസ്കും തമ്മിലുള്ള വ്യത്യാസം എഴുതുക. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ കാലിഗ്രാഫി ആൻഡ് അറബസ്ക്. എന്താണ് കാലിഗ്രാഫി? കയ്യെഴുത്തിൻ്റെ ചേതോഹരമായ കലയാണ് കാലിഗ്രാഫി. എന്താണ് അറബസ്ക്? ജാമിതീയ ചിത്രങ്ങളും സസ്യങ്ങളുടെ ഡിസൈനുകളുമുള്ള ചിത്രപ്പണിയെയാണ് അറബസ്ക് എന്ന് പറയുന്നത്. ഇത് എഴുതി വെച്ചാൽ 2 മാർക്ക് ലഭിക്കും. 8-ാമത്തെ ചോദ്യം, അറബ് ഇസ്ലാമിക സ്വത്വങ്ങളെ നിലനിർത്തുന്നതിനായി അബ്ദുൽ മാലിക് സ്വീകരിച്ച നടപടികൾ എന്തെല്ലാം? വാട്ട് ആർ ദി മെഷേഴ്സ് അഡോപ്റ്റഡ് ബൈ അബ്ദുൽ മാലിക് ടു റിറ്റെയിൻ ദി അറബ് ഇസ്ലാമിക് ഐഡൻറ്റിറ്റീസ്? ഉമയ്യദ് ഭരണാധികാരിയായ അബ്ദുൽ മാലിക് ഒട്ടേറെ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയിരുന്നു. അറബി ഭരണഭാഷയാക്കി മാറ്റി. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പരിഷ്കാരമായിരുന്നു. മറ്റൊന്ന്, ഇസ്ലാമിക നാണയ വ്യവസ്ഥ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഡോം ഓഫ് ദി റോക്ക് ജെറുസലേമിൽ പണി കഴിപ്പിച്ചു. അടുത്ത ചോദ്യം, ചെങ്കിസ് ഖാൻ നടപ്പിലാക്കിയ കൊറിയർ സമ്പ്രദായത്തിൻ്റെ സവിശേഷതകൾ ചൂണ്ടിക്കാണിക്കുക. പോയിന്റ് ഔട്ട് ദി ഫീച്ചേഴ്സ് ഓഫ് ദി കൊറിയർ സിസ്റ്റം ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ചെങ്കിസ് ഖാൻ. എന്തൊക്കെയാണ് ചെങ്കിസ് ഖാൻ്റെ കൊറിയർ സമ്പ്രദായം അല്ലെങ്കിൽ തപാൽ സമ്പ്രദായത്തിൻ്റെ സവിശേഷതകൾ? ഇതറിയപ്പെടുന്നത് യാം എന്ന പേരിലാണ്. വളരെ വിദൂരത്തുള്ള ഭരണകേന്ദ്രങ്ങളെ കൂട്ടിയിണക്കിയുള്ള ഒരു തപാൽ സമ്പ്രദായമായിരുന്നു ഇത്. അതുപോലെ തന്നെ കുതിരപ്പടയാളികൾ, അശ്വാരൂഢരെ ഉപയോഗിച്ചാണ് ഇത് നടപ്പിലാക്കിയിരുന്നത്. വളരെ അകലെയുള്ള
പ്രദേശങ്ങളുമായി ബന്ധപ്പെടാൻ നിശ്ചിത അകലത്തിൽ കാവൽ പുരകൾ നിർമ്മിച്ചാണ് ഇത് നടപ്പിലാക്കിയിരുന്നത്. നെക്സ്റ്റ് വൺ, യാസ എന്നതുകൊണ്ട് നിങ്ങൾ അർത്ഥമാക്കുന്നത് എന്ത്? വാട്ട് യു മീൻ ബൈ യാസ? ചെങ്കിസ് ഖാന്റെ നിയമസംഹിതയാണ് യാസ. 1206 ഗോത്രമുഖ്യന്മാരുടെ അസംബ്ലി, അതറിയപ്പെടുന്ന കുറിൽ ടൈൽസ് എന്ന പേരിലാണ്. ഈ അസംബ്ലിയിൽ വെച്ചാണ് ഈ നിയമം പ്രഖ്യാപിക്കുന്നത്. ഭരണപരമായ നിയന്ത്രണങ്ങൾ, നായാട്ട് സംഘാടനം, സൈന്യം, പോസ്റ്റൽ സമ്പ്രദായം എന്നിവ സംബന്ധിച്ച ഉത്തരവുകളും കൽപ്പനകളുമാണ് ഈ നിയമത്തിലുള്ളത്. അടുത്ത ചോദ്യം, ഇറ്റാലിയൻ നഗരങ്ങളായ വെനീസിൻ്റെയും ജനോവയുടെയും സവിശേഷതകൾ എഴുതുക. മെൻഷൻ ദി ഫീച്ചേഴ്സ് ഓഫ് ദി ഇറ്റാലിയൻ സിറ്റീസ് ഓഫ് വെനീസ് ആൻഡ് ജനോവ. ഇറ്റാലിയൻ നഗരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 നഗരങ്ങളായിരുന്നു ഇവ. വളരെ ചലനാത്മകമായ നഗരങ്ങളായിരുന്നു. മറ്റു യൂറോപ്യൻ ഭാഗങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു ഈ നഗരങ്ങൾ. സമ്പന്ന വ്യാപാരികൾക്കും ബാങ്കർമാർക്കും നഗരഭരണത്തിൽ പങ്കാളിത്തമുണ്ടായിരുന്നു. പുരോഹിതവർഗത്തിനോ ഫ്യൂഡൽ പ്രഭുക്കന്മാർക്കോ യാതൊരുവിധ സ്വാധീനവും ഈ നഗരങ്ങളിൽ ഉണ്ടായിരുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എലൂസിഡേറ്റ് വാട്ട് ഈസ് ലൂഡിസം? ലൂഡിസം എന്തെന്ന് വ്യക്തമാക്കുക. ബ്രിട്ടനിൽ വ്യവസായവൽക്കരണത്തിനെതിരെ ഉയർന്നു വന്ന ഒരു പ്രസ്ഥാനമായിരുന്നു ലൂഡിസം. തങ്ങളുടെ സകല ദുരിതങ്ങൾക്കും കാരണം യന്ത്രങ്ങളാണെന്ന് ധരിച്ചു പോന്ന തൊഴിലാളികൾ അവയെ തകർക്കുന്നതിന് ആരംഭിച്ച പ്രസ്ഥാനമായിരുന്നു ലൂഡിസം. ജനറൽ നെഡ് ലുഡിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഈ പ്രസ്ഥാനം ആരംഭിച്ചത്. അടുത്ത ചോദ്യം, ആസ്റ്റെക് ഇങ്ക സംസ്കാരങ്ങളെ തകർത്ത സ്പാനിഷ് ആക്രമണകാരികളുടെ പേരെഴുതുക. നെയിം ദി സ്പാനിഷ് കോൺഗറേഴ്സ് ഹു ഡിസ്ട്രോയിഡ് ദി ആസ്റ്റെക്സ് ആൻഡ് ഇങ്കൻ സിവിലൈസേഷൻ. 1 ഹെർനൻ കോർട്ടസ്, 2 ഫ്രാൻസിസ്കോ പിസാറോ. അടുത്ത ചോദ്യം, അരാവെക്കുകൾ ആരായിരുന്നു? ഹു ആർ ദി അരാവെക്സ്? അരാവെക്കുകൾ കരീബിയൻ ദ്വീപസമൂഹങ്ങളായ ബഹാമാസ്, ഗ്രേറ്റർ ആൻഡിലസ്, ലെസ്സർ ആൻഡിലസ് എന്നീ ദ്വീപസമൂഹങ്ങളിൽ താമസിച്ചിരുന്ന സമുദായമായിരുന്നു. അവിടുത്തെ നിവാസികളായിരുന്നു. ഇവരാണ് അറിയപ്പെടുന്നത് അരാവെക്കൻ ലുക്കായോസ് അല്ലെങ്കിൽ അരാവെക്കുകൾ. 2 മാർക്കിൻ്റെ ചോദ്യങ്ങളിലെ അവസാന ചോദ്യം, വ്യാവസായിക വിപ്ലവകാലത്ത് റെയിൽവേ മേഖലയിലുണ്ടായ ഏതെങ്കിലും 2 കണ്ടുപിടുത്തങ്ങൾ എഴുതുക. റൈറ്റ് എനി 2 ഇൻവെൻഷൻസ് ഇൻ ദി ഫീൽഡ് ഓഫ് റെയിൽവേസ് ഡ്യൂറിംഗ് ദി ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. വ്യാവസായിക വിപ്ലവ സമയത്ത് റെയിൽവേയുടെ ഒട്ടേറെ കണ്ടുപിടുത്തങ്ങൾ നടത്തപ്പെടുകയുണ്ടായി. ജോർജ് സ്റ്റീവൻസൺ, അദ്ദേഹമാണ് റെയിൽ യുഗത്തിന് തുടക്കം കുറിച്ചത്. അദ്ദേഹം 1814 ബ്ലച്ചർ എന്ന തീവണ്ടി നിർമ്മിച്ചു. അതിനു മുമ്പ് തന്നെ 1801 റിച്ചാർഡ് ട്രെവിതിക് പഫിംഗ് ഡെവിൾ എന്ന യന്ത്രം കണ്ടുപിടിച്ചു. അപ്പോൾ ഈ 2 യന്ത്രങ്ങളുടെ പേരെഴുതിയാൽ മതി. അപ്പോൾ 2 മാർക്കിൻ്റെ 11 ചോദ്യങ്ങളിൽ ഈ ഏറ്റവും എളുപ്പമുള്ള ഏതെങ്കിലും 6 എഴുതി വെച്ചാൽ മതി. ഇനി 3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. 16 മുതൽ 21 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 2 ഉത്തരം എഴുതിയാൽ മതി. 3 മാർക്ക് ലഭിക്കും. ഈ വിഭാഗത്തിൽ 6 ചോദ്യങ്ങൾ ഉണ്ട്. അതിൽ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള 2 ചോദ്യങ്ങൾക്ക് മാത്രമേ ഉത്തരം എഴുതേണ്ടതുള്ളൂ. 16ാമത്തെ ചോദ്യം, കാലഗണന, ഗണിതശാസ്ത്രം എന്നീ മേഖലകളിൽ മെസൊപ്പൊട്ടേമിയൻ ജനതയുടെ സംഭാവനകൾ വ്യക്തമാക്കുക എന്നുള്ളതാണ്. എലൂസിഡേറ്റ് ദി കോൺട്രിബ്യൂഷൻസ് ഓഫ് മെസൊപ്പൊട്ടേമിയൻസ് ഇൻ ദി ഫീൽഡ് ഓഫ് ടൈം റെക്കണിംഗ് ആൻഡ് മാത്തമാറ്റിക്സ്. മെസൊപ്പൊട്ടേമിയക്കാർ ഒട്ടേറെ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഗണിതശാസ്ത്രം, കലണ്ടർ നിർമ്മാണം എന്നിവയിൽ മെസൊപ്പൊട്ടേമിയക്കാർ മികവുറ്റ സംഭാവനകൾ നൽകി. ഗണിതശാസ്ത്ര രംഗത്ത് ഗണിതം, ഹരണം, വർഗമൂലം, കൂട്ടുപലിശ എന്നിവ കണ്ടുപിടിച്ചു. അതുപോലെ ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രൻ്റെ ഭ്രമണമനുസരിച്ച് ഒരു വർഷത്തെ 12 മാസങ്ങളായും 1 മാസത്തെ 4 ആഴ്ചകളായും 1 ദിവസത്തെ 24 മണിക്കൂറായും അവർ കണക്കാക്കി. 1 മണിക്കൂറിനെ 60 മിനിറ്റുകളായും തിരിക്കുന്ന രീതി കണ്ടെത്തിയത് മെസൊപ്പൊട്ടേമിയക്കാരാണ്. അടുത്ത ചോദ്യം,
റോമാ സാമ്രാജ്യത്തിലെ 3-ാം നൂറ്റാണ്ടിലെ പ്രതിസന്ധിയെ ചൂണ്ടിക്കാണിക്കുക. പോയിന്റ് ഔട്ട് ദി 3rd century ക്രൈസിസ് ഓഫ് ദി റോമൻ എംപയർ. 3-ാം നൂറ്റാണ്ടിൽ റോമാ സാമ്രാജ്യം ഒട്ടേറെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി വിദേശ ആക്രമണമായിരുന്നു. ഗോത്തുകൾ, വാൻഡലുകൾ തുടങ്ങിയ ബാർബേറിയൻ ഗോത്രങ്ങൾ റോമിനെ ഈ കാലഘട്ടത്തിൽ ആക്രമിച്ചു. മറ്റൊന്ന് സസാനിയൻ രാജവംശം, പേർഷ്യൻ രാജവംശം ഇറാനിൽ അധികാരത്തിൽ വന്നത് റോമിന് വലിയ ഭീഷണിയായി മാറി. ഈ രണ്ടെണ്ണമാണ് 3-ാം നൂറ്റാണ്ട് റോം അഭിമുഖീകരിച്ച പ്രധാനപ്പെട്ട പ്രതിസന്ധികൾ. 3 മാർക്കിൻ്റെ അടുത്ത ചോദ്യം, കത്തീഡ്രൽ നഗരങ്ങളെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക. റൈറ്റ് എ നോട്ട് ഓൺ കത്തീഡ്രൽ ടൗൺസ്. യൂറോപ്പിലെ വലിയ പള്ളികളുമായി ബന്ധപ്പെട്ട നഗരങ്ങളാണ് ഇവ. ഈ വലിയ പള്ളികൾ ഭദ്രാസന പള്ളികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇവ നിർമ്മിച്ചപ്പോൾ ധാരാളം ചുറ്റുപാടുമുള്ള പ്രദേശങ്ങൾ വികസിക്കുകയും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളായി ഇവ മാറുകയും ചെയ്തു. ധാരാളം ജനനിബിഡമായ പ്രദേശങ്ങളായി മാറി. ഇവയ്ക്ക് ചുറ്റും പട്ടണങ്ങൾ വികസിച്ചു. ഈ പട്ടണങ്ങളെയാണ് കത്തീഡ്രൽ നഗരങ്ങൾ, പട്ടണങ്ങൾ എന്ന് പറയുന്നത്. 19-ാമത്തെ ചോദ്യം, യൂറോപ്പിലെ സർവകലാശാലകളെ മാനവിക ആശയങ്ങൾ സ്വാധീനിച്ചത് എങ്ങനെയാണ്? ഹൗ ഡിഡ് ഹ്യൂമനിസ്റ്റ് ഐഡിയാസ് ഇൻഫ്ലുവൻസ് ദി യൂണിവേഴ്സിറ്റീസ് ഇൻ യൂറോപ്പ്? യൂറോപ്പിലെ ആദ്യകാല സർവകലാശാലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാദുവ, ബൊളോഗ്ന എന്നീ 2 സർവകലാശാലകളാണ്. ഇവ ഹ്യൂമനിസത്തിന് വലിയ പ്രാധാന്യം കൊടുത്തു. നിയമം സർവകലാശാലകളിലെ മുഖ്യ പഠന വിഷയമാക്കി മാറ്റി. മാത്രമല്ല, മതബോധത്തിൽ നിന്നും വ്യത്യസ്തമായി ഹ്യൂമനിസ്റ്റ് കാഴ്ചപ്പാടിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള വിഷയങ്ങൾ അവിടെ പഠിപ്പിച്ചു. ചരിത്രം, വ്യാകരണം, സദാചാര തത്വശാസ്ത്രം തുടങ്ങിയ മാനവിക വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിരുന്നു ഈ സർവകലാശാലകൾ. അടുത്ത ചോദ്യം, സ്വർണത്തിൻ്റെ ഇരച്ചുകയറ്റം എന്നാൽ എന്ത്? ഇത് അമേരിക്കയിലെ വ്യാവസായികവൽക്കരണത്തിലേക്ക് നയിച്ചത് എങ്ങനെയാണ്? വാട്ട് ഈസ് ഗോൾഡ് റഷ്? ഹൗ ഡിഡ് ഇറ്റ് ലീഡ് ടു ദി ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ അമേരിക്ക? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇനിയും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. എന്താണ് ഗോൾഡ് റഷ്? 1840കളിൽ USA കാലിഫോർണിയയിൽ സ്വർണത്തിൻ്റെ അംശങ്ങൾ കണ്ടെത്തുകയുണ്ടായി. ഇത് സ്വർണം തേടിയുള്ള ജനപ്രവാഹത്തിന് വഴിവെച്ചു. പെട്ടെന്ന് സമ്പന്നരാകാം എന്ന പ്രതീക്ഷയോടെ ആയിരക്കണക്കിന് യൂറോപ്യന്മാർ അമേരിക്കയിലേക്ക് പ്രവഹിച്ചു. ഇതിനെയാണ് ഗോൾഡ് റഷ് എന്ന് പറയുന്നത്. ഇതുമൂലം വൻതോതിൽ റെയിൽ പാതകളുടെ നിർമ്മാണം നടക്കുകയുണ്ടായി. അതുപോലെ തന്നെ റെയിൽവേയുടെ വികസനം വ്യാവസായികവൽക്കരണത്തിലേക്ക് വഴിവെക്കുകയുണ്ടായി. 21-ാമത്തെ ചോദ്യം, സന്യാസന്റെ 3 തത്വങ്ങൾ വ്യക്തമാക്കുക. എലൂസിഡേറ്റ് ദി പ്രിൻസിപ്പിൾസ് ഓഫ് സന്യാസൻ. സന്യാസന്റെ പ്രധാനപ്പെട്ട 3 തത്വങ്ങളാണ് ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. നാഷണലിസം, ഡെമോക്രസി ആൻഡ് സോഷ്യലിസം. ദേശീയത എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് മഞ്ചുക്കളെയും വിദേശ സാമ്രാജ്യവാദികളെയും പുറന്തള്ളുക എന്നുള്ളതാണ്. ജനാധിപത്യം കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് ചൈനയിൽ ഒരു ജനാധിപത്യ ഗവൺമെൻറ് സ്ഥാപിക്കുക എന്നുള്ളതാണ്. സോഷ്യലിസം എന്നതുകൊണ്ട് മൂലധനത്തെ നിയന്ത്രിക്കുക, ഭൂ ഉടമസ്ഥതയിൽ സമത്വം ഏർപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ സന്യാസന്റെ ഈ 3 തത്വങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. 3 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഇതോടെ അവസാനിച്ചു. 2 ഉത്തരം എഴുതുന്നതിന് 6 ചോദ്യങ്ങളാണ് അധിക ചോദ്യങ്ങളായി നൽകിയിട്ടുള്ളത്. ഈ 6 ചോദ്യങ്ങളിൽ നിന്ന് നമുക്ക് ഏറ്റവും എളുപ്പമുള്ള 2 എണ്ണം മാത്രം എഴുതിയാൽ മതി. ഇത് വളരെ ഉപകാരപ്രദമാണ്. ഇനി 4 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. 22 മുതൽ 30 വരെയുള്ള ചോദ്യങ്ങളിൽ 4 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. മൊത്തം 8 ചോദ്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഈ 8 ചോദ്യങ്ങളിൽ നിന്നും നമ്മൾ നോക്കി നമുക്ക് ഏറ്റവും എളുപ്പമുള്ള 4 എണ്ണത്തിന് മാത്രമേ ഉത്തരം എഴുതേണ്ടതുള്ളൂ. 22-ാമത്തെ ചോദ്യം, ആസ്ട്രലോപിത്തേക്കസും ഹോമോയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ വിവരിക്കുക. എക്സ്പ്ലെയിൻ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ആസ്ട്രലോപിത്തേക്കസ് ആൻഡ് ഹോമോ. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. 2 കോളങ്ങളായിട്ട് നമുക്ക് എഴുതാം. ആസ്ട്രലോപിത്തേക്കസ് ദക്ഷിണദേശത്തെ വാനരൻ, ഹോമോ മനുഷ്യൻ. ആസ്ട്രലോപിത്തേക്കസ് ചെറിയ മസ്തിഷ്കം, ഹോമോ വലിയ മസ്തിഷ്കം. ആസ്ട്രലോപിത്തേക്കസ് കൂടുതലുന്തിയ താടിയല്ല്, ഹോമോ കുറച്ചുന്തിയ താടിയല്ല്. ആസ്ട്രലോപിത്തേക്കസ് വലിയ പല്ലുകൾ, ഹോമോ ചെറിയ പല്ലുകൾ. ആസ്ട്രലോപിത്തേക്കസ് വനവാസികൾ, ഹോമോ പുൽമേടിൽ വസിക്കുന്നു.
ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. അടുത്ത ചോദ്യം, മെസപ്പൊട്ടേമിയൻ ജനത കളിമൺ ഫലകങ്ങളിൽ എഴുതിയിരുന്നത് എങ്ങനെയാണ്? ഹൗ ഡിഡ് ദി മെസപ്പൊട്ടേമിയൻസ് റൈറ്റ് ഓൺ ക്ലേ ടേബിൾസ്? മെസപ്പൊട്ടേമിയക്കാർ കളിമൺ ഫലകങ്ങളിലാണ് എഴുതിയിരുന്നത്. എഴുത്തുകാരൻ കളിമണ്ണ് കുഴച്ച് ഒരു കൈയിൽ പിടിക്കാവുന്ന വലുപ്പത്തിൽ ഒരു ഫലകം രൂപപ്പെടുത്തുന്നു ആദ്യം. അതിൻ്റെ ഉപരിതലത്തിൽ മൂർച്ചയുള്ള പ്രത്യേകതരം നാരായം ഉപയോഗിച്ച് ആപ്പിൻ്റെ ആകൃതിയിൽ, അതായത് ക്യൂണിഫോം ആകൃതിയിൽ അക്ഷരചിഹ്നങ്ങൾ പതിക്കുന്നു. അതിനുശേഷം കളിമൺ ഫലകം വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കും. ഇതോടെ കളിമൺ ഉറയ്ക്കുകയും ഫലകങ്ങൾ നശിപ്പിക്കപ്പെടാതിരിക്കുകയും ചെയ്യും. 24ാമത്തെ ചോദ്യം, റോമ സാമ്രാജ്യത്തിലെ സാമൂഹ്യ ശ്രേണികളെ പരിശോധിക്കുക. എക്സ്പ്ലെയിൻ ദി സോഷ്യൽ ഹെയറാർക്കീസ് ഇൻ ദി റോമൻ എംപയർ. നമുക്കറിയാം, റോമിൽ സാമൂഹ്യ വിഭാഗങ്ങൾ, സാമൂഹ്യ ശ്രേണികൾ 5 സെനറ്റർമാർ, നൈറ്റുകൾ, മധ്യവർഗം, കീഴാളവർഗം അല്ലെങ്കിൽ ഹ്യൂമിലിയോറസ്, അടിമകൾ. സെനറ്റർമാർ ഏറ്റവും ശക്തരായിരുന്നു. അവർ സമ്പന്നരായ ഭൂ ഉടമകളായിരുന്നു. നൈറ്റുകൾ അല്ലെങ്കിൽ അശ്വാരൂഢർ സമൂഹത്തിലെ 2ാമത്തെ ഏറ്റവും ശക്തരായ വിഭാഗമായിരുന്നു, ഏറ്റവും ശക്തമായ വർഗമായിരുന്നു. മധ്യവർഗം, ബ്യൂറോക്രസി, സൈന്യം എന്നിവയിലെ ഉദ്യോഗസ്ഥന്മാർ, സമ്പന്ന വ്യാപാരികൾ, കർഷകർ എന്നിവരാണ് മധ്യവർഗത്തിൽ ഉൾപ്പെട്ടിരുന്നത്. കീഴാളവർഗം അല്ലെങ്കിൽ ഹ്യൂമിലിയോറസ് സമൂഹത്തിൽ മധ്യവർഗത്തിന് താഴെയായിരുന്നു ഇവരുടെ സ്ഥാനം. ഗ്രാമങ്ങളിലെ പണിക്കാർ, വ്യവസായം, ഖനി തൊഴിലാളികൾ, കൈവേലക്കാർ, കുടിയേറ്റക്കാരായ തൊഴിലാളികൾ എന്നിവരായിരുന്നു ഈ കീഴാളവർഗത്തിൽ ഉൾപ്പെട്ടിരുന്നത്. അവസാന വിഭാഗം അടിമകൾ, ഏറ്റവും താഴെത്തട്ടിലുള്ള വിഭാഗമായിരുന്നു. യാതൊരു അവകാശങ്ങളുമില്ലാത്ത ആയിരക്കണക്കിന് അടിമകളുണ്ടായിരുന്നു. ഇതായിരുന്നു റോമൻ സമൂഹത്തിലെ ഹെയറാർക്കി അല്ലെങ്കിൽ സാമൂഹ്യ ശ്രേണി. 25ാമത്തെ ചോദ്യം, 4 മാർക്കിൻ്റെ, അബ്ബാസിയ വിപ്ലവത്തെക്കുറിച്ച് ഒരു ലഘുകുറിപ്പ് തയ്യാറാക്കുക. പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ ദി അബ്ബാസിദ് റെവല്യൂഷൻ. എന്താണ് അബ്ബാസിദ് വിപ്ലവം? CE 750 ദവ എന്നറിയപ്പെട്ട ഒരു സുസംഘടിത പ്രസ്ഥാനം ഉമയ്യദുകളുടെ ഭരണം അട്ടിമറിച്ച് അധികാരത്തിൽ വന്നു. അബ്ബാസിദുകൾ പ്രവാചകന്റെ യഥാർത്ഥ ഇസ്ലാമിനെ പുനരുദ്ധീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. കിഴക്കൻ ഇറാനിലെ ഖുറാസാൻ എന്ന വിദൂര ദേശത്താണ് അബ്ബാസിദ് വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത്. പ്രവാചകന്റെ അമ്മാവനായ അബ്ബാസിന്റെ പിൻഗാമികളായിരുന്നു അബ്ബാസിദുകൾ. അബ്ബാസിദ് സൈന്യത്തെ നയിച്ചത് ഒരു ഇറാനിയൻ അടിമയായിരുന്ന അബു മുസ്ലിമാണ്. സാബ് നദിക്കരയിൽ വെച്ചുണ്ടായ യുദ്ധത്തിൽ അവസാനത്തെ ഉമയ്യദ് ഖലീഫയായ മറുവാനെ അദ്ദേഹം പരാജയപ്പെടുത്തി അബ്ബാസിദുകൾ അധികാരത്തിൽ വന്നു. 26ാമത്തെ ചോദ്യം, ചെങ്കിസ് ഖാന്റെ സൈനിക സംവിധാനത്തെ ചുരുക്കി വിവരിക്കുക. ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദി മിലിറ്ററി ഓർഗനൈസേഷൻ ഓഫ് ചെങ്കിസ് ഖാൻ. ചെങ്കിസ് ഖാന്റെ സൈന്യം വളരെ ശക്തമായ സൈന്യമായിരുന്നു. ചെറുതും ഏകജാതീയവുമായ സൈന്യത്തെ വലുതും ഭിന്നജാതീയവുമാക്കി അദ്ദേഹം മാറ്റുകയുണ്ടായി. ചെങ്കിസ് ഖാൻ തൻ്റെ സൈന്യത്തെ രൂപീകരിച്ചത് ദശാംശ സമ്പ്രദായത്തിലായിരുന്നു. 10 പടയാളികളടങ്ങിയ ഗുണിതങ്ങളായി 10, 100, 1000, 10000 അങ്ങനെ പുതിയ സൈനിക സംഘങ്ങൾ ചെങ്കിസ് ഖാന്റെ 4 മക്കളുടെ കീഴിൽ സേവനമനുഷ്ഠിക്കണമായിരുന്നു. മാത്രമല്ല, സൈനിക യൂണിറ്റുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത ക്യാപ്റ്റന്റെ കീഴിലും അവർ സേവനമനുഷ്ഠിക്കണം. ഈ ക്യാപ്റ്റന്മാർ അറിയപ്പെട്ടിരുന്നത് നോയൻ എന്ന പേരിലാണ്. അദ്ദേഹത്തിന് സ്വന്തമായി ഒരു പറ്റം അനുയായികളുണ്ടായിരുന്നു. ഇവരിൽ ചിലരെ അദ്ദേഹം തൻ്റെ കുല സഹോദരന്മാർ അല്ലെങ്കിൽ ബ്ലഡ് ബ്രദേഴ്സ്, അതുമല്ലെങ്കിൽ അണ്ട ആയി പ്രഖ്യാപിച്ചു. താഴ്ന്ന പദവിയിലുള്ള സ്വതന്ത്രരായ മറ്റുള്ളവർക്ക് ദാസന്മാർ, നൗക്കർ എന്ന സ്ഥാനം അദ്ദേഹം നൽകുകയുണ്ടായി. യജമാനനുമായുള്ള അവരുടെ അടുത്ത ബന്ധം സൂചിപ്പിക്കുന്ന ഒരു പദവിയായിരുന്നു ഈ നൗക്കർ. അപ്പം അങ്ങനെ വളരെ ശക്തമായൊരു സൈന്യം കൊണ്ടാണ് ചെങ്കിസ് ഖാൻ മംഗോളിയരെ നയിച്ചത്. 27ാമത്തെ ചോദ്യം, കോപ്പർനിക്കൻ വിപ്ലവത്തെക്കുറിച്ച് ഒരു ലഘു കുറിപ്പ് തയ്യാറാക്കുക. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദി കോപ്പർനിക്കൻ റെവല്യൂഷൻ. യൂറോപ്യൻ ശാസ്ത്രത്തിൽ ഒരു വഴിത്തിരിവ് കൊണ്ടുവന്ന ആളായിരുന്നു കോപ്പർനിക്കസ്. പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം നിശ്ചലമായ ഭൂമിയാണെന്നും ജ്യോതിർഗ്രഹങ്ങളെല്ലാം അതിനെ ഫലം വെച്ചുകൊണ്ടിരിക്കുക എന്നുമുള്ള ക്രിസ്ത്യൻ സഭയുടെ വിശ്വാസത്തെ അദ്ദേഹം ശക്തമായി എതിർത്തു. അദ്ദേഹം സൂര്യകേന്ദ്രീകൃത സിദ്ധാന്തം, ഹെലിയോസെൻട്രിക് തിയറി ആവിഷ്കരിച്ചു. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ക്രൈസ്തവ ധാരണകളെ കടപുഴുക്കിയെറിഞ്ഞ് ഒരു ജ്യോതിശാസ്ത്ര വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് കോപ്പർനിക്കസ് ആയിരുന്നു. ജ്യോതിർഗോളങ്ങളുടെ ഭ്രമണം, റൊട്ടേഷൻ ഓഫ് ദി ഹെവൻലി ബോഡീസ് എന്ന ഗ്രന്ഥത്തിലാണ് തൻ്റെ നിഗമനങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചത്. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്നും ഭൂമിയും മറ്റു ഗ്രഹങ്ങളും സൂര്യനെയാണ് ഭ്രമണം ചെയ്യുന്നതെന്നും അദ്ദേഹം സിദ്ധാന്തിച്ചു.
ഇതാണ് സൂര്യകേന്ദ്രീകൃത സിദ്ധാന്തം എന്നറിയപ്പെടുന്നത്. 28ാമത്തെ ചോദ്യം, അമേരിക്കയിലെ യൂറോപ്യൻ കോളനിവൽക്കരണത്തിൻ്റെ അനന്തരഫലങ്ങൾ വിവരിക്കുക എന്നുള്ളതാണ്. ഇല്ലുസ്ട്രേറ്റ് ദി കോൺസിക്വൻസസ് ഓഫ് ദി യൂറോപ്യൻ കോളനൈസേഷൻ ഇൻ അമേരിക്ക. അമേരിക്കയിൽ കോളനിവൽക്കരണത്തിൻ്റെ ഫലമായി അമേരിക്കയിലെ തദ്ദേശവാസികളെ ഈ വിദേശികൾ ചൂഷണം ചെയ്തു. അതുപോലെ തന്നെ പ്രാചീന സംസ്കാരങ്ങളെ തകർക്കുകയുണ്ടായി. തദ്ദേശവാസികളെ അടിമകളാക്കി മാറ്റുകയും അവരുടെ സമ്പത്ത് വ്യാപകമായി കൊള്ളയടിക്കുകയും ചെയ്തു. 29ാമത്തെ ചോദ്യം, വ്യാവസായിക വിപ്ലവം ഇംഗ്ലണ്ടിൽ ആരംഭിച്ചത് എന്തുകൊണ്ട്? വിവരിക്കുക. വൈ ഡിഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ബിഗിൻ ഇൻ ഇംഗ്ലണ്ട്? എക്സ്പ്ലെയിൻ. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇനിയും പരീക്ഷയ്ക്ക് ചോദിക്കും. പ്രധാനമായും നമ്മൾ പോയിന്റുകളായിട്ടാണ് ഇത് എഴുതേണ്ടത്. ഇംഗ്ലണ്ടിൻ്റെ രാഷ്ട്രീയ സുസ്ഥിരത, പണത്തിൻ്റെ വ്യാപകമായ ഉപയോഗം, കാർഷിക വിപ്ലവത്തിൻ്റെ സ്വാധീനം, അതുപോലെ നഗരങ്ങളുടെ വളർച്ച, വ്യാപാരം, ധനകാര്യ സ്ഥാപനങ്ങൾ. ഈ ഹെഡിങ്ങുകൾ വികസിപ്പിച്ചാണ് നമ്മൾ എഴുതേണ്ടത്. 4 മാർക്കിൻ്റെ ആയതുകൊണ്ട് പോയിന്റുകൾ മാത്രം പോരാ, ഇത് വളരെ വിശദീകരിച്ച് എഴുതേണ്ടതുണ്ട്. 4 മാർക്കിൻ്റെ ചോദ്യങ്ങളിൽ അവസാന ചോദ്യം, പരുത്തി, നൂൽനൂൽപ്പ്, നെയ്ത്ത് എന്നീ മേഖലകളിലുണ്ടായ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളുടെ പട്ടിക ക്രമപ്പെടുത്തുക. ലിസ്റ്റ് ഔട്ട് ദി മേജർ ഇൻവെൻഷൻസ് ഇൻ ദി ഫീൽഡ് ഓഫ് കോട്ടൺ സ്പിന്നിങ് ആൻഡ് വീവിങ്. വ്യാവസായിക വിപ്ലവ കാലഘട്ടത്തിൽ പരുത്തി, നൂൽനൂൽപ്പ് മേഖലയിൽ ഒട്ടേറെ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തപ്പെടുകയുണ്ടായി. 1733 ഫ്ലൈയിങ് ഷട്ടിൽ എന്നൊരു യന്ത്രം ജോൺ കെ കണ്ടുപിടിച്ചു. 1765 സ്പിന്നിംഗ് ജെന്നി ജെയിംസ് ഹാർഗ്രീവ്സ്. 1769 വാട്ടർ ഫ്രെയിം റിച്ചാർഡ് ആർക്രൈറ്റ്. 1779 മ്യൂൾ സാമുവൽ ക്രോംപ്റ്റൺ. 1787 പവർലൂം എഡ്മണ്ട് കാർട്രൈറ്റ്. 4 മാർക്കിൻ്റെ ചോദ്യങ്ങളിൽ 8 ചോദ്യങ്ങൾ തന്നിട്ട് 4 എണ്ണം മാത്രമേ നമ്മൾ എഴുതേണ്ടതുള്ളൂ. ഏറ്റവും എളുപ്പമുള്ള 4 എണ്ണം തിരഞ്ഞെടുക്കാനുള്ള വലിയ അവസരമാണ് ഇത്. 31 മുതൽ 36 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. 5 മാർക്കിൻ്റെ ചോദ്യമാണ്. 6 എണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും 2 എണ്ണം മാത്രം നമ്മൾ എഴുതിയാൽ മതി. അപ്പോൾ ഒട്ടേറെ അധിക ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ഫോക്കസ് ഏരിയയിൽ നിന്നും വരാത്ത ചോദ്യങ്ങളൊക്കെ ഒഴിവാക്കി ഏറ്റവും എളുപ്പമുള്ള 2 ചോദ്യങ്ങൾ മാത്രം നമ്മൾ എഴുതിയാൽ മതി. 31ാമത്തെ ചോദ്യം, ആദിമ മനുഷ്യൻ ഭക്ഷണം സമ്പാദിച്ചിരുന്നത് എങ്ങനെ? വിവരിക്കുക. ഹൗ ഡിഡ് ഏർലി ഹ്യൂമൻസ് ഒബ്റ്റെയിൻ ഫുഡ്? എക്സ്പ്ലെയിൻ. ഈ ചോദ്യത്തിന് വിവരിക്കേണ്ട പോയിന്റുകൾ, ആദിമ മനുഷ്യൻ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നവനായിരുന്നില്ല, ഭക്ഷണം ശേഖരിക്കുന്നവനായിരുന്നു. അതുപോലെ തന്നെ നായാടിയും ചത്ത ജന്തുക്കളുടെ മാംസവുമാണ് ഭക്ഷിച്ചിരുന്നത്. മീൻ പിടിച്ചും അവർ ജീവിച്ചു. അതുപോലെ കായ്ക്കനികൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, സസ്തനിജീവികൾ, കീടങ്ങൾ എന്നിവയൊക്കെ ഭക്ഷിച്ചു. ഭക്ഷണത്തിനു വേണ്ടി ഒരു ഭാഗത്ത് നിന്നും മറ്റൊരു ഭാഗത്തേക്ക് അലഞ്ഞു നടക്കുകയായിരുന്നു മനുഷ്യൻ. അപ്പോൾ ഈ പോയിന്റുകളാണ് നിങ്ങൾ വിശദീകരിക്കേണ്ടത്. 32ാമത്തെ ചോദ്യം, രാജകീയ തലസ്ഥാനമായ മാരിയുടെ സവിശേഷതകൾ വിവരിക്കുക. എക്സ്പ്ലെയിൻ ദി ഫീച്ചേഴ്സ് ഓഫ് റോയൽ ക്യാപിറ്റൽ മാരി. മെസൊപ്പൊട്ടേമിയയിലെ രാജകീയ തലസ്ഥാനമായിരുന്നു മാരി. യൂഫ്രട്ടീസ് നദിയുടെ ഉപരിഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്തിരുന്നത്. വ്യാപാര കേന്ദ്രമായിരുന്നു. കച്ചവടം മാത്രമല്ല, മൃഗപരിപാലനവും കൃഷിയും അവിടെ ഉണ്ടായിരുന്നു. ഇടയന്മാരും കർഷകരും തമ്മിൽ സാധനങ്ങൾ കൈമാറ്റമുണ്ടായിരുന്നു. അതുപോലെ തന്നെ സംഘർഷങ്ങളും ഉണ്ടായിരുന്നു. വ്യാപാരത്തിൽ പുരോഗതി പ്രാപിക്കുന്ന ഒരു നഗര കേന്ദ്രത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് മാരി. വില കൂടിയ കല്ലുകളും മരത്തടി, വീഞ്ഞ്, എണ്ണവീപ്പകൾ എന്നിവയുമായി ദക്ഷിണ നഗരങ്ങളിലേക്ക് പോകുന്ന ബോട്ടുകൾ മാരിയിൽ നിർത്തിയിടുകയും നഗരത്തിലെ ഉദ്യോഗസ്ഥർ ബോട്ടിലെ ചരക്കുകൾ പരിശോധിച്ച് നികുതി ഈടാക്കുകയും ചെയ്തിരുന്നു. സാധനത്തിൻ്റെ മൂല്യത്തിൻ്റെ 10% നികുതിയായി അവർ വാങ്ങിയിരുന്നത്. ചെമ്പ്, വെളുത്തീയം, വെങ്കലം, ബാർലി എന്നിവ ധാരാളം വ്യാപാരം ചെയ്യപ്പെട്ടു. മാരി സൈനികമായി ശക്തമായിരുന്നില്ല, എന്നാൽ ആ രാജ്യം അസാധാരണമാംവിധം ഐശ്വര്യസമൃദ്ധമായിരുന്നു. അപ്പോൾ മെസൊപ്പൊട്ടേമിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യാപാര കേന്ദ്രമായിരുന്നു മാരി. രാജകീയ തലസ്ഥാന കേന്ദ്രമായിരുന്നു. 33ാമത്തെ ചോദ്യം, പിൽക്കാല റോമ സാമ്രാജ്യത്തിൽ ഡയോക്ലീഷ്യനും കോൺസ്റ്റന്റൈനും നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ വിശദമാക്കുക. അനലൈസ് ദി റീഫോംസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഡയോക്ലീഷ്യൻ ആൻഡ് കോൺസ്റ്റന്റൈൻ ഇൻ ദി ലേറ്റ് റോമൻ എംപയർ.
പിൽക്കാല റോമൻ സാമ്രാജ്യത്തിൽ ഈ രണ്ട് ചക്രവർത്തിമാരും ഒട്ടേറെ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അത് നമുക്ക് പരിശോധിക്കാം. ഡയോക്ലിഷ്യൻ രാജാവിൻ്റെ ചക്രവർത്തിയുടെ പരിഷ്കാരങ്ങൾ. രാഷ്ട്രത്തിൻ്റെ ഘടനയിൽ വലിയ മാറ്റം അദ്ദേഹം വരുത്തി. അമിതമായ സാമ്രാജ്യ വിസ്തൃതി അസൗകര്യങ്ങൾ സൃഷ്ടിച്ചപ്പോൾ തന്ത്രപരമായും സാമ്പത്തികമായും പ്രാധാന്യം കുറഞ്ഞ പ്രദേശങ്ങൾ അദ്ദേഹം ഉപേക്ഷിച്ച് സാമ്രാജ്യത്തിൻ്റെ നീളം വെട്ടിക്കുറച്ചു. അതുപോലെ അതിർത്തികൾ കോട്ടകൾ കെട്ടി സംരക്ഷിച്ചു. പ്രവിശ്യകളുടെ അതിർത്തികൾ പുനഃസംഘടിപ്പിക്കുകയും പൗരന്മാരെ സൈനിക ചുമതലകളിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. സൈനിക കമാൻഡർമാർക്ക് കൂടുതൽ സ്വയംഭരണ അധികാരം നൽകുകയുണ്ടായി ഡയോക്ലിഷ്യസ്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി പ്രധാനമായും 3 തരത്തിലുള്ള പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. നാണയവ്യവസ്ഥ, പുതിയ തലസ്ഥാനം, സാമ്പത്തിക പരിഷ്കാരങ്ങൾ. അദ്ദേഹത്തിൻ്റെ നാണയ പരിഷ്കാരം, ശുദ്ധമായ സ്വർണ്ണമടങ്ങിയ സൊളിഡസ് എന്നൊരു പുതിയ നാണയം അദ്ദേഹം നടപ്പിലാക്കി. അതുപോലെ 2ാം തലസ്ഥാനം കോൺസ്റ്റാന്റിനോപ്പിളിൽ അദ്ദേഹം പണികഴിപ്പിക്കുകയുണ്ടായി. ഗ്രാമങ്ങളിലെ എണ്ണമില്ലുകൾ, സ്ഫടിക ഫാക്ടറികൾ തുടങ്ങിയ വ്യവസായ സ്ഥാപനങ്ങളിൽ ചക്രവർത്തി ഗണ്യമായ തോതിൽ നിക്ഷേപങ്ങൾ നടത്തുകയുണ്ടായി. പുതിയ സാങ്കേതിക വിദ്യകൾ വ്യാവസായിക രംഗത്ത് അദ്ദേഹം അവതരിപ്പിച്ചു. പൂർവ്വദേശങ്ങളുമായുള്ള ദീർഘദൂര വ്യാപാരം പുനഃസ്ഥാപിക്കപ്പെട്ടത് ഈ കാലഘട്ടത്തിലാണ്. 34ാമത്തെ ചോദ്യം. യൂറോപ്പിലെ 14ാം നൂറ്റാണ്ടിലെ പ്രതിസന്ധിയെ ചുരുക്കി വിവരിക്കുക. ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദി ക്രൈസിസ് ഓഫ് ദി 14th century ഇൻ യൂറോപ്പ്. 14ാം നൂറ്റാണ്ടിൽ യൂറോപ്പ് ഒട്ടേറെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കാലാവസ്ഥയിലെ മാറ്റമായിരുന്നു. അതിശൈത്യം കാരണം, അതുപോലെ പ്രളയം കാരണം കാർഷിക മേഖലയിൽ തകർച്ചയുണ്ടായി. അതുപോലെ തന്നെ വ്യാപാര തകർച്ചയുണ്ടായി. ലോഹത്തിന് വലിയ ക്ഷാമമുണ്ടായി. വെള്ളി ക്ഷാമത്തിന് കാരണം ലോഹം കൊണ്ടുള്ള പണത്തിന് ക്ഷാമം അനുഭവപ്പെട്ടു. അതുപോലെ യൂറോപ്പിനെ പിടിച്ചുകുലുക്കിയ പ്ലേഗ് അല്ലെങ്കിൽ കറുത്ത മരണം, ബ്ലാക്ക് ഡെത്ത് യൂറോപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുരന്തമായിരുന്നു. 13-14 നൂറ്റാണ്ടുകളിൽ കച്ചവടം വ്യാപിച്ചപ്പോൾ വിദൂരദേശങ്ങളിൽ നിന്ന് ചരക്കുകളുമായി കപ്പലുകൾ യൂറോപ്യൻ തുറമുഖങ്ങളിൽ എത്തിത്തുടങ്ങി. ഈ കപ്പലുകളിൽ പ്ലേഗ് ബാധിച്ച എലികളുണ്ടായിരുന്നു. ഈ മാരക രോഗം പടിഞ്ഞാറൻ യൂറോപ്പിൽ പടർന്നു പിടിക്കുകയും ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു. യൂറോപ്പിലെ 20% പേർ പ്ലേഗ് ബാധിച്ച് മരിച്ചിരുന്നു. അപ്പോൾ 14ാം നൂറ്റാണ്ടിൽ ഒട്ടേറെ പ്രതിസന്ധികൾ യൂറോപ്പ് അഭിമുഖീകരിച്ചു. 5 മാർക്കിൻ്റെ 35ാമത്തെ ചോദ്യം. കല, വാസ്തുവിദ്യ എന്നീ മേഖലകളിൽ മാനവിക ആശയങ്ങളുടെ സ്വാധീനം പരിശോധിക്കുക. എക്സാമിൻ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഹ്യൂമനിസ്റ്റ് ഐഡിയാസ് ഇൻ ദി ഫീൽഡ്സ് ഓഫ് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ. ഹ്യൂമനിസ്റ്റുകൾ തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് കലയെയും വാസ്തുശില്പകലയെയും അതുപോലെ പുസ്തകങ്ങളെയും ഒക്കെ ഉപയോഗപ്പെടുത്തി. നവോത്ഥാന കലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത റിയലിസം ആയിരുന്നു. മനുഷ്യ ശരീരത്തെ യഥാർത്ഥമായി ചിത്രീകരിക്കുന്ന രീതി, ജീവൻ തുടിക്കുന്ന ശില്പങ്ങളും ചിത്രങ്ങളുമാണ് ആ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ടത്. ഫ്ലോറൻസിലെ വിഖ്യാത ശില്പിയായിരുന്നു ഡൊണോട്ടെല്ലോ ഈ മേഖലയിൽ പുതിയ പാത വെട്ടിത്തുറന്ന ആളായിരുന്നു. അതുപോലെ ആൻഡ്രിയസ് വെസാലിയസ്, പദുവ സർവകലാശാലയിലെ വൈദ്യശാസ്ത്ര പ്രൊഫസറായിരുന്ന ആൻഡ്രിയസ് വെസാലിയസ് ആണ് മനുഷ്യ ശരീരത്തെ ആദ്യമായി കീറി മുറിച്ച് പരിശോധിച്ചത്. ചിത്രരചനാ രംഗത്ത് ഒട്ടേറെ എണ്ണച്ചായ ചിത്രങ്ങൾ, ത്രിമാന ചിത്രങ്ങൾ രചിക്കപ്പെട്ടു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത ക്ലാസിക്കൽ ശൈലിയുടെ പുനരുജ്ജീവനമായിരുന്നു. ഒട്ടേറെ ശില്പികളും ചരിത്രകാരന്മാരും ചിത്രകാരന്മാരും ഒക്കെ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിരുന്നു മൈക്കൽ ആഞ്ചലോ. അദ്ദേഹത്തിൻ്റെ പിയാത്ത, അതുപോലെ തന്നെ സെൻറ്റ് പീറ്റേഴ്സ് ചർച്ചിലെ താഴികക്കുടത്തിൻ്റെ രൂപകൽപ്പന എന്നിവ മൈക്കൽ ആഞ്ചലോവിൻ്റെ നാമത്തെ അനശ്വരമാക്കി. മറ്റൊരു പ്രധാനപ്പെട്ട ശില്പിയായിരുന്നു ഫിലിപ്പോ ബ്രൂണലേഷി. ഫ്ലോറൻസിലെ ഇറ്റാലിയൻ കത്തീഡ്രൽ രൂപകൽപ്പന ചെയ്തത് അദ്ദേഹമായിരുന്നു. അതുപോലെ മറ്റൊരു വിശ്വപ്രസിദ്ധ ശില്പിയായിരുന്നു ഡാവിഞ്ചി. അദ്ദേഹത്തിൻ്റെ മോണോലിസ, അവസാനത്തെ അത്താഴം, ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ ചോദ്യത്തിന് ഉത്തരമായി എഴുതേണ്ടത്. 5 മാർക്കിൻ്റെ ചോദ്യങ്ങളിൽ അവസാന ചോദ്യം. ഓസ്ട്രേലിയയിലെ മാറ്റത്തിൻ്റെ കാറ്റിനെ കുറിച്ച് വിശദീകരിക്കുക. എക്സ്പ്ലെയിൻ ദി വിൻഡ്സ് ഓഫ് ചേഞ്ച് ഇൻ ഓസ്ട്രേലിയ. ഇത് ഫോക്കസ് ഏരിയയുടെ ഉൾപ്പെടാത്ത ഒരു ചോദ്യമാണ്. നമുക്ക് എന്നാലും പരിശോധിക്കാം എന്താണ് എഴുതേണ്ടത്. ബ്രിട്ടീഷുകാരും അതുപോലെ മറ്റു യൂറോപ്യന്മാരും ഓസ്ട്രേലിയ കീഴടക്കുകയും അവിടുത്തെ ജനങ്ങളെ ചൂഷണം ചെയ്യുകയും ചെയ്തു. എന്നാൽ 1968 നരവംശാസ്ത്രജ്ഞനായ WEH സ്റ്റാനർ അദ്ദേഹം ദി ഗ്രേറ്റ് ഓസ്ട്രേലിയൻ സൈലൻസ് എന്ന ശീർഷകത്തിൽ ഒരു പ്രഭാഷണം നടത്തുകയുണ്ടായി. തദ്ദേശവാസികളെക്കുറിച്ചുള്ള ചരിത്രകാരന്മാരുടെ നിശബ്ദതയെ അദ്ദേഹം ശക്തമായി വിമർശിച്ചു. ഇതിനുശേഷം 1970 മുതൽ തദ്ദേശീയരെ
മനസ്സിലാക്കാനും അതിന് പ്രാധാന്യം കൊടുക്കാനുമുള്ള ശ്രമങ്ങൾ നടത്തുകയുണ്ടായി. ഹെൻറി റെയ്നോൾഡ്സ് എഴുതിയ വൈ വേറിൻറ്റ് വി ടോൾഡ് എന്ന പുസ്തകം ചരിത്രകാരണങ്ങളാൽ രേഖപ്പെടുത്താതെ പോയ ഓസ്ട്രേലിയയെ തദ്ദേശീയരുടെ ചരിത്രം എഴുതേണ്ടതിൻ്റെ ആവശ്യകത ഊന്നിപ്പറയുകയുണ്ടായി. ഇതിനുശേഷം ഓസ്ട്രേലിയയിലെ സർവകലാശാലാ വകുപ്പുകൾ തദ്ദേശീയ സംസ്കാരങ്ങളുടെ പഠനത്തിന് വലിയ പ്രാധാന്യം നൽകി. അപ്പോൾ ഒരു കാലത്ത് അടിച്ചമർത്തപ്പെട്ട തദ്ദേശീയ ജനതയുടെ ചരിത്രത്തിനും സംസ്കാരത്തിനുമൊക്കെ ഒട്ടേറെ പ്രാധാന്യം നൽകപ്പെട്ടു. ഇനി 8 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്, എസ് എ ചോദ്യങ്ങളാണ്. 37 മുതൽ 40 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണത്തിന് ഉത്തരം എഴുതുക. 8 സ്കോറാണ് ഇതിന്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 4 ചോദ്യങ്ങളിൽ ഫോക്കസ് ഏരിയയിൽ നിന്ന് പുറത്തു നിന്ന് വരുന്ന ചോദ്യങ്ങൾ ഒഴിവാക്കി ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്ന 2 എസ്സേകളാണ് എഴുതേണ്ടത്. ആദ്യ ചോദ്യം, ലോകത്തിൻ്റെ വിജ്ഞാനത്തിനും സംസ്കാരത്തിനും ഇസ്ലാം നൽകിയ സംഭാവനകൾ വിശകലനം ചെയ്യുക. സൂചനകൾ: സാഹിത്യം, തത്വശാസ്ത്രം, ചരിത്രം, വാസ്തുവിദ്യ. അനലൈസ് ദി കോൺട്രിബ്യൂഷൻസ് ഓഫ് ഇസ്ലാം ടു ദി ലേണിംഗ് ആൻഡ് കൾച്ചർ ഓഫ് ദി വേൾഡ്. ഹിൻസ്: ലിറ്ററേച്ചർ, ഫിലോസഫി, ഹിസ്റ്ററി, ആർക്കിടെക്ചർ. ഇത് നമ്മളൊരു പ്രത്യേക വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് ഈ എസ് ഐക്ക് വേണ്ടി. പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കുന്ന ചോദ്യമാണ്. എന്നാലും ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. സാഹിത്യം, തത്വശാസ്ത്രം, ചരിത്രം, വാസ്തുവിദ്യ ഈ മേഖലകളിലൊക്കെ ഇസ്ലാം മതം നൽകിയ സംഭാവനകളെക്കുറിച്ചാണ് നമ്മൾ എഴുതേണ്ടത്. ഒട്ടേറെ സാഹിത്യകാരന്മാരുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ഇബിൻ സീന. അദ്ദേഹം യൂറോപ്പിൽ അവിസെന്ന എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പുസ്തകം കാനൻ ഓഫ് മെഡിസിൻ, അതിനെക്കുറിച്ച് എഴുതണം. അബൂ നവാസ്, അതുപോലെ രുദകി പുതിയ പേർഷ്യൻ കാവ്യത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ഗസലുകൾ, അതുപോലെ തന്നെ റുബൈ 4 വരി കവിതകൾ, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ സൂചിപ്പിക്കണം. ഫിർദൗസിയുടെ ഷാനാമ മുഹമ്മദ് ഗൗസ്നിയുടെ കൊട്ടാരത്തിലെ കവികളിൽ ഏറ്റവും പ്രമുഖനായിരുന്നു. അതുപോലെ തന്നെ ഇബിൻ നാദിം ബാഗ്ദാദിലെ പുസ്തക കച്ചവടക്കാരൻ്റെ കാറ്റലോഗിൽ ധാർമ്മിക വിദ്യാഭ്യാസത്തിനും വായനക്കാരെ രസിപ്പിക്കുന്നതിനുമായി എഴുതപ്പെട്ട ഒട്ടേറെ പുസ്തകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കലീല വ ദിംന പഞ്ചതന്ത്രം കഥകളുടെ അറബിക് പരിഭാഷ, അതുപോലെ ബസ്രയിലെ ജാഹിസ് അദ്ദേഹത്തിൻ്റെ കിതാബുൽ ബുഖ, ബാലദുരി, തബരി, മുഖദസിയുടെ അസൻ അൽ ടക്കാസിംഗ്, അൽബറൂനിയുടെ താക്കിക് അൽ ഹിന്ദ്, ഈ സാഹിത്യകൃതികളെ കുറിച്ചൊക്കെ നിങ്ങൾ സൂചിപ്പിക്കണം. തത്വചിന്താരംഗത്ത് സൂഫിസം, അതുപോലെ ശരിയ, ഇസ്ലാമിൻ്റെ 4 ചിന്താധാരകൾ, ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കേണ്ടതുണ്ട്. വാസ്തുവിദ്യ രംഗത്ത് മതപരമായ കെട്ടിടങ്ങൾ, പള്ളികൾ, ശവകുടീരങ്ങൾ, കമാനങ്ങൾ, താഴികക്കുടങ്ങൾ, അതുപോലെ മരുഭൂമി കൊട്ടാരങ്ങൾ, ഇതിനെക്കുറിച്ച് വിശദമായിട്ട് എഴുതണം. കാലിഗ്രാഫിയും അറബസ്കും നൽകിയ സംഭാവനകൾ, ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് എഴുതണം. 38ാമത്തെ ചോദ്യം, മധ്യകാല യൂറോപ്പിൽ നിലനിന്നിരുന്ന ഫ്യൂഡൽ സമൂഹത്തിലെ 3 വിഭാഗങ്ങളെക്കുറിച്ച് വിവരിക്കുക. ഇനിയും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ് ഇത്. എക്സ്പ്ലെയിൻ ദി 3 ഓർഡേഴ്സ് ഓഫ് ഫ്യൂഡൽ സൊസൈറ്റി എക്സിസ്റ്റഡ് ഇൻ മിഡീവൽ യൂറോപ്പ്. ഈ എസ് എ ചോദ്യത്തിന് നിങ്ങൾ വിശദീകരിച്ച് എഴുതേണ്ടത് യൂറോപ്യൻ സമൂഹത്തിൽ മധ്യകാലഘട്ടത്തിൽ നിന്നിരുന്ന 3 വിഭാഗങ്ങളെക്കുറിച്ചാണ്. പുരോഹിതന്മാർ, അതുപോലെ തന്നെ സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന വർഗമായിരുന്നു പുരോഹിതന്മാർ. ക്രിസ്ത്യൻ പള്ളിയുടെ പുരോഹിതന്മാരുടെ ബിഷപ്പുമാരുടെ സ്ഥാനം, സന്യാസി മഠപ്രസ്ഥാനം എന്നിവയെക്കുറിച്ച് വിശദീകരിക്കണം. 2ാമത്തെ സാമൂഹ്യ വിഭാഗമായ പ്രഭുവർഗം, അതുപോലെ മനോറിയൽ എസ്റ്റേറ്റ്, ഇവയെക്കുറിച്ച് നൈറ്റുകൾ, പ്രഭുവർഗവും കർഷകരും തമ്മിലുള്ള ബന്ധം, ഇതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ച് എഴുതണം. അതുപോലെ കർഷകർ, 2 തരത്തിലുള്ള കർഷകരുണ്ട്, സ്വതന്ത്ര കർഷകരും അസ്വതന്ത്ര കർഷകരും. ഇവരുടെ അവസ്ഥയെക്കുറിച്ച് വിശദീകരിച്ച് എഴുതണം. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഈ 3 ക്രമങ്ങൾ. നമ്മൾ ഇതിനെക്കുറിച്ച് പ്രത്യേക വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ ആവർത്തിച്ച് കാണുക. 39ാമത്തെ ചോദ്യം ഫോക്കസ് ഏരിയയുടെ പുറത്തു നിന്ന് വരുന്ന ചോദ്യമാണ്. വ്യാവസായിക വിപ്ലവത്തിൻ്റെ സ്വാധീനം വിലയിരുത്തുക. പരിഗണിക്കേണ്ട മേഖലകൾ: മാറിയ ജീവിതങ്ങൾ, തൊഴിലാളികൾ, സ്ത്രീകളും കുട്ടികളും, പ്രതിഷേധ പ്രസ്ഥാനങ്ങൾ. Assess the impact of the Industrial Revolution. Areas to be considered: changed lives, workers, women and children, protest movements. വ്യാവസായിക വിപ്ലവത്തിൻ്റെ അനന്തരഫലങ്ങളാണ് ഇവിടെ നമ്മൾ എഴുതേണ്ടത്. വ്യാവസായിക വിപ്ലവം എങ്ങനെയാണ് ജനങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചത്? തൊഴിലാളികളുടെ അവസ്ഥ എന്തായിരുന്നു? എങ്ങനെയാണ് വ്യാവസായിക മുതലാളിമാർ തൊഴിലാളികളെ ചൂഷണം ചെയ്തത്? സ്ത്രീകളുടെയും കുട്ടികളുടെയും അവസ്ഥ എന്തായിരുന്നു? വ്യാവസായിക ശാലകളിൽ എങ്ങനെയാണ് ദുരിതപൂർണമായ ജീവിതം സ്ത്രീകളും കുട്ടികളും അനുഭവിച്ചത്?
ഈ കാര്യങ്ങളെക്കുറിച്ച് എഴുതണം. അതുപോലെ തന്നെ വ്യാവസായിക മുതലാളിമാർക്കെതിരെ പ്രതിഷേധ പ്രസ്ഥാനങ്ങളെക്കുറിച്ച്, അതുപോലെ പെറ്റർലൂ കൂട്ടക്കൊല, ലുഡിസം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് എഴുതേണ്ട ഒരു എസ്സേയാണിത്. അവസാന ചോദ്യം, 40ാമത്തെ ചോദ്യം, മധ്യ തെക്കേ അമേരിക്കയിലെ രാഷ്ട്രീയ സമ്പ്രദായങ്ങളെക്കുറിച്ച് ഒരു ഉപന്യാസം തയ്യാറാക്കുക. സൂചകങ്ങൾ: അസ്റ്റെക്കുകൾ, ഇങ്കകൾ, മായന്മാർ. പ്രിപ്പയർ ആൻ എസ്സേ ഓൺ ദി സ്റ്റേറ്റ് സിസ്റ്റം ഓഫ് സെൻട്രൽ ആൻഡ് സൗത്ത് അമേരിക്ക, ഹിൻസ് ദി ആസ്റ്റിക്സ്, ദി ഇങ്കാസ് ആൻഡ് ദി മായാസ്. അമേരിക്കയിൽ നിലനിന്നിരുന്ന പ്രാചീനമായ 3 സംസ്കാരങ്ങളെക്കുറിച്ചാണ് ഇവിടെ എഴുതേണ്ടത്. മെക്സിക്കോ കേന്ദ്രമാക്കി നിലനിന്നിരുന്ന ആസ്റ്റിക് സംസ്കാരം, അതുപോലെ തന്നെ മായൻ സംസ്കാരം, അതുപോലെ പെറു കേന്ദ്രമാക്കി, തെക്കേ അമേരിക്കയിലെ പെറു കേന്ദ്രമാക്കി നിലനിന്നിരുന്ന പ്രാചീന സംസ്കാരമായ ഇങ്ക സംസ്കാരത്തെക്കുറിച്ചും വിശദീകരിക്കണം. ആസ്റ്റെക്കുകൾ നമുക്കറിയാം, ഒട്ടേറെ സംഭാവനകൾ നൽകിയ ആളുകളാണ് ആസ്റ്റെക്കുകൾ. അവരുടെ കൃത്രിമ ദ്വീപുകൾ, ചിനമ്പുകൾ, അതുപോലെ തന്നെ അവരുടെ തലസ്ഥാന നഗരം ടെനോക്ടിലാൻ, വിദ്യാഭ്യാസത്തിന് ആസ്റ്റെക്കുകൾ നൽകിയ പ്രാധാന്യം, അതിൽ തന്നെ പ്രഭുക്കന്മാരുടെ മക്കൾ പഠിച്ചിരുന്ന കൽമെഗക്ക് എന്നുള്ള വിദ്യാഭ്യാസ സ്ഥാപനം, മറ്റു വിദ്യാർത്ഥികൾ പഠിപ്പിച്ചിരുന്ന ടെപ്പോക്കെല്ലി എന്നുള്ള സ്ഥാപനം, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ വിശദീകരിച്ച് എഴുതണം. അതുപോലെ തന്നെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, സ്കൂളുകളിൽ എന്തൊക്കെയായിരുന്നു വിഷയങ്ങൾ പഠിപ്പിച്ചിരുന്നത്, അങ്ങനെ ആസ്റ്റെക്കുകളെക്കുറിച്ച് വിശദമായ ഒരു പഠനം ഇവിടെ ആവശ്യമാണ്. മറ്റൊന്ന് മെക്സിക്കോയിലെ മായൻ സംസ്കാരമാണ്. മായൻ സംസ്കാരത്തിൻ്റെ കേന്ദ്രബിന്ദു ചോളം കൃഷിയായിരുന്നു. കാർഷിക രംഗത്ത് മിച്ചോൽപാദനം നടത്താൻ മായന്മാർക്ക് കഴിഞ്ഞു. അവരുടെ എഴുത്തുവിദ്യ, വാസ്തുവിദ്യ, ഗണിതശാസ്ത്രം, ജ്യോതിശാസ്ത്രം തുടങ്ങിയ മേഖലകളിൽ മായന്മാർ നൽകിയ ഗണ്യമായ സംഭാവനകളെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കണം. തെക്കേ അമേരിക്കയിലെ അതുപോലെ തന്നെ പെറുവിൽ നിലനിന്നിരുന്ന പ്രാചീനമായ സംസ്കാരം ഇങ്കകൾ, കെച്ചുവ വിഭാഗത്തിൽപ്പെട്ട ഇങ്കകളുടെ തലസ്ഥാന നഗരം കുസ്കോയായിരുന്നു. അവരുടെ പ്രധാനപ്പെട്ട സംഭാവനകളെക്കുറിച്ച് സൂചിപ്പിക്കണം. അസ്റ്റക്കുകളെ പോലെ ഇങ്കകളും പ്രൗഢിയേറിയ നിർമ്മാതാക്കളും ശില്പികളുമായിരുന്നു. അവരുടെ കോട്ടകൾ, ക്ഷേത്രങ്ങൾ, കൊട്ടാരങ്ങൾ, മാളികകൾ എന്നിവയെക്കുറിച്ചൊക്കെ നമ്മൾ വിശദീകരിക്കണം. അതുപോലെ തന്നെ അവരുടെ ക്യൂപ്പോ സമ്പ്രദായം, കണക്ക് രേഖപ്പെടുത്താൻ വേണ്ടി അവർ ആവിഷ്കരിച്ച സമ്പ്രദായത്തെക്കുറിച്ച് വിവരിക്കണം. അവരുടെ രഹസ്യ ഭാഷയായിരുന്നു ഇത്. അപ്പോൾ ഈ 3 സംസ്കാരങ്ങളെക്കുറിച്ചും വിശദീകരിച്ച് എഴുതേണ്ട ഒരു എസ്സേ ചോദ്യമാണ് ഇത്. അപ്പോൾ മോഡൽ പരീക്ഷയുടെ ഉത്തരങ്ങളും ചോദ്യങ്ങളും ഒക്കെ നമ്മൾ സമഗ്രമായി പരിശോധിച്ച് കഴിഞ്ഞു. ഇനി 7-ാം തീയതി വരുന്ന നമ്മുടെ പൊതുപരീക്ഷയ്ക്കും ഇതിലൊട്ടേറെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അധികമായി വരുന്ന ചോദ്യങ്ങളിൽ ഫോക്കസ് ഏരിയയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, ഫോക്കസ് ഏരിയയുടെ പുറത്തു നിന്ന് വരുന്ന ചോദ്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഫോക്കസ് ഏരിയയിൽ മാത്രം കേന്ദ്രീകരിച്ച് പഠിക്കുക. മുഴുവൻ മാർക്ക് നേടാൻ അത് നിങ്ങളെ സഹായിക്കും. എല്ലാവർക്കും നല്ല വിജയം ലഭിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.